എല്ലാരും നമ്മളെ പുതിയ വാടക വീട് കാണാൻ റെഡി ആണോ? ആ അപ്പൊ വാ. ഓ എടേ വിഷയം കേട്ടാ. എടേ നോക്കിയാണ് എടേ ഇത് ക്യാക്ക് ഹൗസ് ആയത്. ചെറിയ വാടക വീടാണ്. ചെറിയൊരു വാടക വീടാണ് നോക്കിയാണ്. ചെറിയ വാടക വീടാണ്. തുറക്കാത്ത പക്ഷെ ഒരു പ്രശ്നമുണ്ട് കേട്ടാ, ഗേറ്റ് തുറക്കൂല. ഫാരിഷ് ഷാഫ് ബ്രോ താങ്ക് യു ഫോർ 179 rupees സൂപ്പർ ചാറ്റ് ബ്രോ, താങ്ക് യു സോ മച്ച്. അകത്തോട്ട് കയറാനുള്ള വഴി ഏതാണ് ഇതില്? ഇത് മാറുത്, എൻറ്റയർലി മാറുത്. ഓ ഇത് പണി നടക്കുന്നേ ഉള്ളല്ലേ? പണി നടക്കണേ ഉള്ളു. എടാ എല്ലാവർക്കും അപ്പൊ അറിയാനായിട്ട് പറയാണ്, നമ്മുടെ വാടക വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല. തൽക്കാലം പായൊക്കെ വിരിച്ച് കിടക്കണം. മനസ്സിലായില്ലേ? പണി നമ്മള് മഴ വെള്ളേണ്ടി വരില്ല. അതുപോലെ അടുക്കളയൊക്കെ നമുക്ക് സൈഡില് മറ്റേ സ്റ്റവൊക്കെ വെച്ച് തീയൊക്കെ കൂട്ടി കത്തിച്ച് അതൊക്കെ സെറ്റ് ആക്കാം. പിന്നെ പായിന്ന് പായ് ഓർഡർ ചെയ്യാം. പിന്നെ പായും തലങ്ങണ ഓർഡർ ചെയ്യും. പിന്നെ കൊതുക് തിരിയും കത്തിച്ചിരിക്കും, അതുകൊണ്ട് പ്രശ്നമില്ല. ആ ഇത് എനിക്ക് സെപ്പറേറ്റ് ഒരു ഇതുണ്ടല്ലോ പറഞ്ഞത് ബെഡ്. ആ നീ ഇടയ്ക്കൊക്കെ കിടന്നോ, പക്ഷെ സ്ഥിരമാക്കരുത്. ജിതിൻ ജോയ് ബ്രോ താങ്ക് യു ഫോർ $9.99 ന്യൂ ബിഗിനിംഗ് എന്ന് പറയട്ടെ. താങ്ക് യു സോ മച്ച് ബ്രോ. ജിതിൻ ജോയ് ബ്രോ കുറെ നാളായല്ലോ കണ്ടിട്ട്. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ടു ദി സ്ട്രീം ബ്രോ. അത്രേ ഉള്ളു. എടാ രായ നീ ഒന്നാണ്. എടാ എല്ലാരും ഒന്ന് വന്നേ. എല്ലാരും വീടൊക്കെ കാണാൻ വരുന്നതിന് ഒരു സെക്കൻഡ് ബാക്കിലോട്ടോ. ഓ എടാ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടാ. എന്റെ അമ്മോ എന്തൊരു വ്യൂ അല്ലേ. താഴെ വീട്ടില് സൈഡില് പണി കഴിഞ്ഞിട്ടില്ല. അങ്ങ് താഴെ പോരുത്. അതെ ഇവിടെ ഗ്ലാസ് ഉണ്ടാ ഇവിടെ? നീ ഒന്ന് ഫ്രണ്ടിലോട്ട് വേണ്ട. ആ ഒരാള് ചത്തേ, സുനിമോൻ ചത്ത്. റേഡിയോ ഒരുപാട് ചേർന്നിക്കണ്ട. ചാടി നോക്കാൻ പറയുമ്പോ ചാടിയേക്കുന്നറ. എടാ അപ്പം ഇനി പറയാനുള്ള കാര്യം ഞാൻ കുറച്ച് സംസാരിക്കാൻ വിട്ടുപോയി. നമ്മളിപ്പം ഗ്യാങ് ആയിട്ട് സ്റ്റാർട്ട് ആവുന്ന സമയത്ത് നമുക്ക് കറന്റ് ഇപ്പം കോലീഡറായിട്ട് രായ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, അറിയാലോ. അപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ തന്നെ പോട്ടെ. നമുക്ക് കോലീഡേഴ്സ് ആയിട്ടുള്ള ആരെയും ഇപ്പം വേറെ ആരെയും കോലീഡർ ആക്കുന്നില്ല. നീ തുടങ്ങുമ്പോൾ തന്നെ ആണെങ്കിലും മനസ്സിലായോ, അങ്ങനെ ഒരു ഡിസിഷൻ ഇപ്പം എടുത്തിട്ടില്ല. എടാ അടങ്ങടാ അല്ല എല്ലാം മനസ്സിലായി. അപ്പം നമുക്കത് വൺസ് ഗ്യാങ് സ്റ്റാർട്ട് ആയതിനു ശേഷം നമുക്ക് മനസ്സിലായില്ല, എല്ലായിടത്തും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോലീഡറിനെ കൂടി നമുക്ക് എന്തായാലും വേണം. കാരണം രായന് ഞാനും ഇല്ലെങ്കിൽ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഒരാൾ വേണം, മനസ്സിലായി. നമുക്ക് അല്ലെങ്കിൽ പാടായിരിക്കും. കാരണം പറയാൻ പറ്റത്തില്ല, നമ്മളിപ്പോൾ എല്ലാ ദിവസവും എല്ലാവരും കാണണമെന്നില്ല. അന്നേരം നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഇനി തൊട്ട് എന്നും കാണണം സിറ്റിയിൽ. എനിക്കതേ ഉള്ളൂ പറയാൻ. മെയിനായിട്ട് നൈറ്റ് ടൈമിൽ എന്തായാലും കാണണം. എല്ലാവരും ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മുടെ റേഡിയോയിൽ ആൾക്കാർ കാണണം. എനിക്കതാണ് എടുത്തു പറയാനുള്ള കാര്യം. പിന്നെ ഇൻ കേസ് ഞാനോ രായനോ ഇല്ലെങ്കിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ഗുലാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. അതിപ്പം നമ്മൾ ടി വിയിൽ നിന്നപ്പോഴാണെങ്കിലും അറിയാം, ഞാനും രായനും ചന്ദ്രനും ഇല്ലാത്ത സമയത്ത് പിന്നെ വാസു, ഞാൻ, ചന്ദ്രൻ, രായൻ ഇത്രയും പേരില്ലാത്ത സമയത്ത് പിന്നെ ഒരു ഡിസിഷൻ അവിടെ വരികയാണെങ്കിൽ ആദ്യം ഗുലാൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തുണ്ടെങ്കിലും അത് കഴിഞ്ഞ് ഞങ്ങളില്ലെങ്കിൽ ഗുലാൻ്റെ അടുത്ത് ചോദിക്കുക, എന്നിട്ടേ ഒരു ഡിസിഷൻ എടുക്കാവും. അല്ലാതെ ഒന്ന് മുമ്പോട്ട് പോകുമ്പോഴാണെങ്കിലും വേറെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഓക്കെ അത്രേ ഉള്ളൂ. ഓക്കെ അപ്പം സല്യൂട്ടൊക്കെ അടിക്കുന്ന കൊള്ളാം. നേരെ അല്ലെങ്കിൽ ഞാൻ വായിലടിച്ച് തരും.
അപ്പം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി പറയാം. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിട്ടുപോയതുണ്ടെങ്കിൽ രായ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നീ ഒന്ന് പറയാം. പിന്നെ അതുപോലെ നമ്മുടെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വൺസ് നമ്മൾ ഗ്യാങ് ആവുമല്ലോ, ഗ്യാങ് ആയി കഴിയുന്നതിൻ്റെ അന്ന് നമുക്ക് ടി വിയിലുള്ള എല്ലാവരെയും നമ്മുടെ ഗ്യാങ് ഇനോഗ്രേഷൻ്റെ അന്ന് നമുക്ക് അവരെല്ലാവരെയും ഇങ്ങോട്ട് വിളിക്കാം. നമുക്ക് മനസ്സിലായോ? അപ്പം ഒന്നുകൂടി ഒരു സന്തോഷമാണ്, മനസ്സിലായോ? നമ്മുടെ ഒരു തുടക്കത്തിൽ എല്ലാവരും ഒന്നുകൂടി എല്ലാവരുമായിട്ടൊക്കെ വന്നിട്ട് കത്തിപ്പോയി നശിച്ച സെർവർ. ഒരു സന്തോഷമുള്ള കാര്യം പറയാൻ പറയുക അവൻ്റെ അമ്മമ്മയുടെ 16 അടിയന്തരം കെട്ടിക്കാനായിട്ട് കത്തിപ്പോയി. ഇതിപ്പോൾ എങ്ങനെ കത്തിപ്പോയത്? ഷേ